കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വിഷയം ഭാര്യ ഭർത്താക്കന്മാർ കലഹം മാറാൻ ചെയ്യേണ്ടത്. ഭാര്യ ഭർത്താക്കന്മാരായ കലഹം ഉണ്ടാവും, ഇല്ലേ? കലഹിക്കാത്ത ഭാര്യ ഭർത്താക്കന്മാരെ അപൂർവമാണ്. എന്നാൽ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറിപ്പോണ ഭാര്യ ഭർത്താക്കന്മാരെ ഉണ്ടാവും, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. എന്നാൽ കൂടുതലും പേര് കലഹിക്കുന്നവരാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ കലഹമാണ് പല കുടുംബത്തിലും ഇന്നുള്ളത്. ചെറിയൊരു നിസ്സാര കാര്യം മതി ഒരു കുടുംബത്തിൽ കലഹം ഉണ്ടാകാൻ. അത് തമ്മിൽ ഏറ്റുപിടിച്ച് അത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ആ കുടുംബത്തിലെ സ്വസ്ഥത നഷ്ടപ്പെടും, ഇല്ലേ? അങ്ങനെയാണ് പല കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്, പല കാര്യങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാര് കലഹപ്രിയരായിരുന്നാൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ ഐശ്വര്യം കെട്ടുപോകും, ആ കുടുംബം തന്നെ താറുമാറായിപ്പോവും. അപ്പം കലഹം മാറാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം, ഇല്ലേ? ഭാര്യ ഭർത്തൃ കലഹം പലരിലും ഉണ്ടാകും. ഒന്ന് രണ്ടും പറഞ്ഞ് ഒന്ന് കലഹിക്കാത്തവർ ആരും എന്നും വരില്ല. ചിലപ്പോൾ കലഹം പതിവായി മാറും, ഇല്ലേ? ഭാര്യ ഭർത്തൃ കലഹം പതിവായി മാറിയാലോ ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത തന്നെ നഷ്ടപ്പെട്ടു പോയെന്നവർ, ഇല്ലേ? ഒരു കുടുംബത്തിൻ്റെ ഭദ്രത എന്ന് പറഞ്ഞാൽ ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യതയാണ്, ഇല്ലേ? ഒരു കുടുംബത്തിൻ്റെ ഭദ്രത എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യതയാണ്. ആ ഐക്യത ഒരു കുടുംബത്തിന് നഷ്ടപ്പെട്ടാൽ പിന്നെ ആ കുടുംബത്തിൻ്റെ നാശത്തിലേക്ക് അത് വഴിവെക്കും, കുടുംബത്തിൻ്റെ നാശത്തിലേക്ക് ആ വഴിവെക്കും. ഭാര്യ ഭർത്തൃ പരസ്പര ഐക്യത വരുന്നതിനായി ദൈവികമായ പല പരിഹാരങ്ങളും നമ്മൾക്കുണ്ട്. ആ പരിഹാരങ്ങൾ ചെയ്താൽ കുടുംബ സമാധാനം നിലനിർത്താൻ നമ്മൾക്ക് കഴിയും, അല്ലേ? ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് പരിഹാരങ്ങൾ ചെയ്താൽ കൂടുതലും ഈ പാപഗ്രഹങ്ങളുടെ അപകാരകാലങ്ങളിലൊക്കെയാണ് ഓരോരുത്തർക്കും പരസ്പരം കലഹം അങ്ങാടും പറയുമ്പോൾ പിടിക്കാതെ വരുന്നത്. പ്രത്യേകിച്ച് ഈ ഏഴരശനി സമയത്തൊക്കെ, ഏഴരശനി സമയത്തും ശനി ദശാകാലത്തും ഒക്കെ ഈ ഒരേ സമയത്ത് തന്നെ ദശാസന്ധി ദോഷങ്ങളൊക്കെ വരുന്ന സമയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിവാഹ മുഹൂർത്തം നോക്കുമ്പോൾ ദശാസന്ധി ദോഷം നമ്മൾ കൂടുതലും നോക്കുന്നത്. അപ്പോൾ ദശാസന്ധി ദോഷമുള്ള ആ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ ചിലപ്പോൾ കലഹിച്ച് എന്ന് വരാം. അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടത്? ഈ ഭാര്യ ഭർത്തൃ കലഹം ഇല്ലാതെ വരാൻ ദൈവികമായ പരിഹാരങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആ പരിഹാരം നിങ്ങൾ ചെയ്യണം. അപ്പോൾ കുടുംബത്തിലെ സമാധാനം ഉണ്ടാവും. ഭാര്യ ഭർത്താക്കന്മാർ ഓം ശിവശക്തി ഐക്യരൂപിണിയേ നമ എന്ന് ദിവസവും ഒരു 108 പ്രാവശ്യം ഒന്ന് ചൊല്ലുന്നു. ഒരാൾ മാത്രം, രണ്ടുപേർക്കും ചൊല്ലാവുന്നതാണ്. ഓം ശിവശക്തി ഐക്യരൂപിണിയേ നമ, ഓം ശിവശക്തി ഐക്യരൂപിണിയേ നമ എന്ന് ഒരു 108 പ്രാവശ്യം ഒന്ന് ചൊല്ലു നോക്കും, അത് നല്ലതാണ്. ശിവന് ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തുക. ശിവന് ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തുക. ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ഉമാമഹേശ്വര പൂജ പക്കപ്പിറന്നാൾ തോറും നടത്തുക. ശിവനും പാർവതിയും കൂടി ഇരിക്കുന്ന ആ ക്ഷേത്രം ഉണ്ടല്ലോ, ശിവപാർവതി ക്ഷേത്രം, അത് ഒരുമിച്ചിരിക്കണമെന്നൊന്നുമില്ല, ഒരേ അമ്പലത്തിൽ തന്നെ അപ്പുറപ്പുറമായിട്ട് ഇരിപ്പുണ്ടാവും. ആ ശിവപാർവതി സാന്നിധ്യമുള്ള ക്ഷേത്രത്തിൽ നിങ്ങളുടെ പക്കപ്പിറന്നാളിന്, രണ്ടുപേരുടെയും പക്കപ്പിറന്നാളിന് ഉമാമഹേശ്വര പൂജ നടത്താം. അതേപോലെ തന്നെ ശിവന് ഐക്യമത്യ പുഷ്പാഞ്ജലിയും നടത്താം. അത് എത്രണ്ണം വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടം പോലെ ആകാം. ഒരെണ്ണം രണ്ടെണ്ണം ചെയ്തുകൊണ്ടൊന്നും ഫലമില്ല കേട്ടോ, കുറച്ചങ്ങൾ ചെയ്യണം, എന്നാലും മാത്രമേ അതിന് ഫലം കിട്ടുള്ളൂ. അപ്പോൾ പിറന്നാൾ തോളിന് ഉമാമഹേശ്വര പൂജ, അതേപോലെ തന്നെ ശിവന് ഐക്യമത്യ പുഷ്പാഞ്ജലിയൊക്കെ നടത്തിയാൽ നല്ലതാണ്. അതേപോലെ തന്നെ ഗണപതിക്ക് ശക്തി വിനായക പൂജ ചെയ്താൽ, ഗണപതിക്ക് ശക്തി വിനായക പൂജ ചെയ്താൽ ഈ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം തിരിച്ചു വരും.
അംഗങ്ങൾ തമ്മിൽ ഒരു സമാധാനം, ഐക്യതയൊക്കെ വരും. അതേപോലെ തന്നെ പൗർണമി നാളിൽ ഐക്യമത്യ മന്ത്രാർച്ചനയോടെ ഗണപതി ഹോമം നടത്തണം. അതായത് പൗർണമി നാളിൽ വെളുത്തവാവിന് ഐക്യമത്യ മന്ത്രാർച്ചനയോടെ ഗണപതിക്ക് ഗണപതി ഹോമം നടത്തുകയും അതേപോലെ തന്നെ വൈകിട്ട് ഭഗവതി സേവയും ചെയ്യുക. അങ്ങനെ ഒരു 3 വെളുത്തവാവിന് നിങ്ങൾ ഇന്നും ചെയ്തു നോക്കും. തീർച്ചയായിട്ടും ആ ഭാര്യ ഭർത്തൃ കലഹം മാറിക്കിട്ടും, ആ കുടുംബത്തിൽ മനസ്സമാധാനം ഉണ്ടാവും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.